സാധാരണ നമ്മൾ അമ്മമാരെയൊക്കെ പോരാളി എന്ന് തന്നെയാണ് ഈ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. അത് പലപ്പോഴായി നമ്മൾ സിനിമാ ഡയലോഗുകളിലൂടെയൊക്കെയാണ് ഒരുപക്ഷെ ആ ഒരു ടൈമിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്ക് നമുക്ക് ആ നിലയ്ക്ക് പോരാളി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഒരു അമ്മയുണ്ട് തിരുവനന്തപുരത്ത്. ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റുന്ന, ഒരുപാട് പോരാട്ടങ്ങൾ, ജീവിതം തന്നെ പോരാട്ടമായിട്ടുള്ള ഒരു അമ്മയാണ് ശാലിൻ ചേച്ചി. ഇന്ന് മാതൃദിനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശംസ എന്തായാലും നൽകുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റുന്ന ആൾ കൂടിയാണ്. എൻ്റെ ചോറ്റുപാത്രം എന്താണ്, അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തോളാം. എൻ്റെ ചോറ്റുപാത്രം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് 3 കുഞ്ഞുങ്ങൾ പപ്സും വെള്ളവും കഴിക്കുന്ന കണ്ടപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും 2 മക്കളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആ മക്കളെ കൂടെ കരുതാമെന്ന് വിചാരിച്ച് അവരെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് തീരുമാനിച്ച് തുടങ്ങിയതാണ്. അന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ 2 മക്കളും മാത്രമായിരുന്നു ഞങ്ങളുടെ ലോകം. പക്ഷേ ഇന്നിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിലൂടെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ ഞങ്ങളിപ്പോൾ 2 ലക്ഷത്തോളം ചോറ്റുപാത്രങ്ങൾ ഈ കൈകൊണ്ട് ഒരുപാട് പേരെ ഊട്ടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്നതിലൂടെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അമ്മയായിട്ട് മാറാൻ പറ്റി. എൻ്റെ ചോറ്റുപാത്രം ഒരിക്കലും ഒരു ബിസിനസ് അല്ല. ഒരു എന്താ പറയുന്ന അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൊരു 86 വയസ്സായ ഒരു അപ്പച്ചൻ വരെ ഉണ്ടെന്നുള്ളതാണ് ഒരുപാട് സന്തോഷം. ഒത്തിരി എൻ്റെ ചുറ്റുപാത്രം അതെ. ഇപ്പോൾ നമുക്കൊരു 3 വയസ്സ് മുതൽ ഒരു 87 വയസ്സ് വരെയുള്ളവർക്ക് ഒരു നേരം നമുക്ക് ലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം അത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതും ഏറ്റവും റീസണബിളായ ഒരിതിൽ. നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് 39, വലിയവർക്ക് 49 ഈ ഗ്യാസിൻ്റെ വില പ്രതിസന്ധിയിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതുവരെയും കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അതിനനുസരിച്ച്, അതായത് ബഡ്ജറ്റിനനുസരിച്ച് ഇനി ചോറ്റുപാത്രം ഒന്ന് മാറും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോകുന്നു. ഒരു സംരംഭക എന്ന നിലയിൽ കൂടി ചേച്ചിയെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ലൈവായിട്ട് ഐസ്ക്രീം തുടങ്ങിയത് അത് അങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പം ഐഫ്രൂട്ട് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം അതിലേക്ക് വന്നതും അതിനുശേഷവും വലിയൊരു പ്രതിസന്ധിയിലൂടെയൊക്കെയാണല്ലോ കടന്നത്. പ്രതിസന്ധി ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയും. അല്ല, പ്രതിസന്ധി ആക്ച്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സംരംഭക എന്ന നിലയിലും അമ്മ സംരംഭക ആ നിലയിലുള്ളൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് വെച്ചപ്പോഴേ എന്താ പറയുക, എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിക്കുന്നു പൊളിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. കാരണം നാളെ ഉദ്ഘാടനം, ഒരു 10-18 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ്, നാളെ ഉദ്ഘാടനം, ഇന്ന് രാത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. 2020 മാർച്ച് 23 എന്ന് പറയുന്ന ദിവസം ഭയങ്കര ജീവിതത്തിലൊരു വല്ലാത്തൊരു അടി കിട്ടിയ ദിവസമാണ്. പക്ഷേ 4 വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഒരു പ്രതിസന്ധിയോടൊപ്പം മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ട്, അത് ഞാൻ എപ്പോഴും അവിടെയും ചിന്തിക്കുന്നത് ഒരു സ്ത്രീ അമ്മ എന്ന് പറയുന്നത് തന്നെയാണ്. അമ്മമാർ പ്രശ്നം ഉണ്ടായാൽ അവർ തോറ്റു പിന്മാറാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. ഒരു സംരംഭകയായ അമ്മ എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ അതിനെ കുറച്ചുകൂടി അതിനെ ഭയങ്കര ലാഘവത്തോടുകൂടിയല്ല, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെയായപ്പോൾ 2024 ആയപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ പാഠപുസ്തകത്തിലുണ്ട് 3 യൂണിവേഴ്സിറ്റി അവരുടെ എന്താ പറയുക ഓൺട്രപ്രണർ മൈൻഡ് സെറ്റായിട്ട് ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സംരംഭക യാത്രയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളിൽ മാറി നിൽക്കുന്നവളല്ല അമ്മ. സംരംഭകയും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും കടന്നു പോകുന്ന പ്രതിസന്ധികളിലാണെങ്കിൽ പോലും അവരത് ഓവർകം ചെയ്യാനായിട്ട് അതൊരു ഇൻബോണായിട്ട് വരുന്നതൊന്നുമല്ല. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ മറ്റേ കാലിൽ നീട്ടാനുള്ള, അടുത്ത കാല് കൂടി എടുത്ത് വെക്കാനുള്ള ഒരു ധൈര്യം ഒരു സംരംഭകയ്ക്കുണ്ട്. പ്രത്യേകിച്ച് അവളൊരു സ്ത്രീ കൂടിയാണെങ്കിൽ ശക്തമായിട്ടുണ്ട്. ഇനി അവളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ പിന്നിലുള്ള ജീവിതങ്ങളെ അവൾ നോക്കുമ്പോൾ കുറെ കൂടി അതൊരു സ്ട്രോങ് ആയിട്ട് തന്നെ ആവുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെയാണ് അതും ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെ ഒരു അതിജീവനവും ഒരു പോരാട്ടത്തിൻ്റെയും കൂടി ഭാഗമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ഇന്നും നമുക്കിപ്പോൾ അറിയാം, ഒരു പെട്ടെന്നൊന്നും നമ്മളെ വിട്ടുപോകുന്ന കാര്യങ്ങളൊന്നും അല്ല. 2 പ്രാവശ്യം നമ്മളതിനെ നേരിടും. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഏകദേശം എന്താ ഈ പറയുന്ന 50 കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതിന് ഞാൻ ഈ പറയുന്ന പോലെ ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ. 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ അവരൊന്ന് പ്രായപൂർത്തിയായി, അവർ 2 പേരുടെ കാര്യങ്ങളിലേക്ക് വരാന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തും ഈ ആരോഗ്യ പ്രശ്നം പറയുമ്പോഴും ഇന്ന് മദേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഈ പറയുന്നത്. നമ്മുടെ ആരോഗ്യം നമുക്കവിടെ ഒരു വിഷയമല്ലാതെ മാറുന്നതും ഇതിലൊക്കെ തന്നെയാണ്. ഈ എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ രാവിലെ കുറച്ചൊന്ന് വൈകി എഴുന്നേറ്റാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇന്ന് കിടക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് രാവിലെ അവളുടെ അമ്മ എങ്ങ് ഉണരും, അതല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത്
എന്തായാലും ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി ഇരിക്കരുത് എന്നുള്ള ചിന്തയിൽ അടുക്കളയിലോട്ട് കയറാൻ തുടങ്ങുന്നത് ആരോഗ്യത്തെ മാറ്റി വെച്ചുകൊണ്ടാണ്. സോ ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാം ആക്ച്വലി ഒരു ലൈഫിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ കിടന്നാൽ കിടന്നു പോവും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേക്കും. ഇന്ന് ലൈവാണെന്ന് തോന്നുന്നു, ഇന്ന് രാവിലെ, ഇന്ന് ഞായറാഴ്ച എനിക്ക് ഉറങ്ങേണ്ട ദിവസമാണ്, എന്നെ വിളിച്ച് വരുത്തി. അതൊരു ഭയങ്കര ഇതാണ്. ഞാൻ ഇന്നലെ ഈ ലൈവ് ആകുമ്പോൾ നമ്മൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ആകെ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം അതിനെ നമ്മളൊന്ന് ആസ്വദിച്ചുറങ്ങാമെന്ന് തീരുമാനിക്കുമ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇനിയൊന്നും ഉറങ്ങണ്ട, രാവിലെ എഴുന്നേൽക്കുക, എല്ലാവരെയും വിഷ് ചെയ്യുക. ഹെൽത്ത് ഒരു നമ്മൾ കാര്യങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികൾ, മുന്നോട്ടുള്ള യാത്ര, നമ്മൾ പിന്നിലൂടെ കടന്നു വന്ന കാര്യങ്ങൾ, ഇനി നമുക്ക് സഞ്ചരിക്കേണ്ട ദൂരം, ആരുടെയും മുൻപിൽ എന്താ പറയുന്നത്, തല മുട്ടുമടക്കണ്ടാത്ത, വേറെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, കാരണം ആരുടെയും നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ഓടുക എന്നുള്ള ചിന്തിക്കുമ്പോൾ ആരോഗ്യം നമ്മളോടൊപ്പം മാറി നിൽക്കും, ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആകുമെന്നുള്ളതാണ്. ഈ പേര് തന്നെ വളരെ വ്യത്യസ്തവും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് വളരെ സ്നേഹം തോന്നൊരു, എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് തോന്നുന്നൊരു ഇൻറ്റിമസി ഉണ്ടല്ലോ, ആ പേരിലേക്ക് എങ്ങനെയാണ് ശരിക്കും? അയ്യോ, ആക്ച്വലി എൻ്റെ എല്ലാ പേരുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നെ ഇപ്പോൾ വിളിക്കുമ്പോഴും ഒരു ഈ ചേർത്ത് പിടിക്കുക, അടുത്ത് നിർത്തി, ഞാൻ വെറുതെ അങ്ങനെ അതൊരു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അയ്യോ വെറുതെ ആണോ എന്ന്. അല്ല, കാരണം എല്ലാം വെറുതെ ഇട്ടങ്ങ് പോകുന്നതാണ്. ഈ കുട്ടികളുടെ ഇത് വന്നപ്പോൾ കടയിൽ പോയി എന്തെങ്കിലും ഇത് മേടിക്കണം, അവർക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ എനിക്ക് കൈകൊണ്ട് പൊതിയാൻ പറ്റത്തില്ല, അപ്പം ഞാൻ വിചാരിക്കുന്നു ലഞ്ച് ബോക്സ് മേടിക്കാം. അവിടെ ചെല്ലുന്നു, ലഞ്ച് ബോക്സ് ഇങ്ങനെ ചോദിക്കുന്നു, പല പല ഭംഗിയുള്ള ലഞ്ച് ബോക്സുകൾ വരുന്നു. ആ സമയത്തേക്ക് ഈ എന്താ പറയുക, അവിടെ നിന്നപ്പോൾ ഈ ഇത് ഇവർ കൊണ്ട് കളഞ്ഞാൽ എന്നായും, ഉമ്മാർ കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ എൻ്റെ കയ്യിലെ കാശ് പോകല്ലേ, ഈ വൃത്തികെട്ട അമ്മമാരുടെ സ്വഭാവമുണ്ട്. ഞാൻ അങ്ങനെയല്ല പറയുന്ന ഒരു ഇതിൽ ഞാൻ പറഞ്ഞു അയ്യോ കളഞ്ഞാൽ പൈസ പോകുമല്ലോ. അപ്പോൾ ഇതിനകത്ത് എഴുതണം. എനിക്ക് ആകെ അറിയാവുന്ന ക്രിസ്റ്റിയുടെ പേര് മാത്രമേ അറിയുള്ളൂ, വേറെ ആരുടെയും പേരറിയത്തില്ല. അപ്പോൾ എന്തെഴുതും എന്ന് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ചോറ്റുപാത്രം. അങ്ങനെ മനസ്സിൽ അങ്ങനെ അത് ഇപ്പോഴും എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തയ്യാറെടുപ്പോട് കൂടി പോയതല്ല. കാരണം 3 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നതിനപ്പുറം ഒരു സംരംഭം ചിന്തിച്ചിട്ടില്ല. അത് ഇത്രയും വലുതായിട്ട് ഡെയിലി നമ്മളിപ്പോൾ ഒരു 130ഓളം പേരിലേക്ക് എത്തുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചിന്തിച്ചില്ല. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എഴുതി എൻ്റെ ചോറ്റുപാത്രം, ഇത് ചോറ്റുപാത്രമല്ലേ, അപ്പോൾ ചോറ്റുപാത്രം എന്ന് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റേത് എന്ന് തോന്നുന്നത്, എൻ്റേതെന്ന് പറയുന്നതിനകത്തൊരു ഭയങ്കര ഒരു ഇതുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ആരോഗ്യം, എൻ്റെ സംരംഭം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം എന്ന് പറയുന്നതിൽ അപ്പോൾ അവൻ ഒരു ഇതിൽ അവനത് ഇവൻ്റെതാകുമ്പോൾ ഇവൻ സൂക്ഷിച്ച് തിരിച്ച് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കാരണം അവൻ്റേതാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ലോകത്തും മറ്റുള്ളവരുടെ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നശിച്ചു പോയാലും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നത്. ബട്ട് ഇറ്റ്സ് മൈൻ എന്ന് ചിന്തിക്കുന്നിടത്തൊരു വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ചോറ്റുപാത്രം എന്ന് അങ്ങനെ എഴുതി തുടങ്ങി. അത് മലയാളത്തിൽ അതങ്ങ് എഴുതി തുടങ്ങി, അതെങ്ങനെയോ ചേർത്ത് ഇതിൽ വന്നു. ഇപ്പം നമ്മുടെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും നങ്ങേലി പീടിക എന്നാണ്, അതൊരു കുഞ്ഞു കോൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയെന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ഉള്ളത് തുന്നൽക്കാരി എന്നാണ്. വൈഫ് ഫ്രൂട്ട് അങ്ങനെയാണ്. പിന്നെ എൻ്റെ പേരും വളരെ വ്യത്യസ്തമായിട്ടാണ് എൻ്റെ പേരും ഇപ്പോഴും അങ്ങനെ പോകുന്നു. കാരണം മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരമ്മയാണ് ഞാൻ കഴിഞ്ഞ 10-14 വർഷമായിട്ട്. അപ്പോൾ പേരെന്ന് പറയുന്നത് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഇറ്റ്സ് ഉള്ളിൽ നിന്ന് വരുന്ന ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്, ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അപ്പോൾ നമ്മളോട് ഇടപെട്ടിരിക്കുന്നതുമായിട്ട് ചേർന്ന് പോകണം, അങ്ങനെയൊക്കെ വന്നു പോയതാ. ഈ ശരിക്കും ഈ വൈകുന്നേരം അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു പെട്ടെന്നൊരു അവരെ ഭയങ്കര ടെൻഷനാക്കുന്ന ഒരു സംഭവം, നാളെ എന്തുണ്ടാക്കും, നാളത്തെ ഡിഷ് എന്താണെന്നൊരു സാധനം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ എൻ്റെ ചോറ്റുപാത്രത്തിലെ മെനു തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈശ്വര നാടൻ കെടുത്തരുത്, കഷ്ടം പറഞ്ഞ ക്ഷമിക്കണം. എന്താ പറയുന്നത്, എന്നെ കാണുന്ന പ്രേക്ഷകരെ മെനു പറയാറില്ല. കാരണം മെനു പറഞ്ഞിട്ട് കൃത്യമായിട്ടത്, കാരണം നമ്മളിപ്പോൾ രാവിലത്തേക്ക് നമുക്കിപ്പോൾ ഒരു കറക്റ്റ് ഇത്ര നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഈ പറയുന്ന പോലെ ഗർഭിണികളുണ്ട്, അതിൽ കുറേ പേര് ട്രീറ്റ്മെൻറ്റിന് വന്ന്. നമ്മുടെ ചുറ്റുപാത്രത്തിൻ്റെ ആളുകളെന്ന് പറയുന്നത് അവരാരും കസ്റ്റമേഴ്സ് അല്ല, സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കൈച്ചോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി 2 കുഞ്ഞുങ്ങളാണ്, ഒരു 3 കുട്ടികൾ വഴി നമ്മൾ കൈച്ചോ വഴി നമ്മൾ ഇവിടുത്തെ സിവിൽ സർവീസ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലെ കുട്ടികൾ പോലെ. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ വലിയ തറവാട്ടിലെ അടുക്കള, വലിയ തറവാട്ടമേല അടുക്കളയിലകത്ത് നിന്ന് പോകുന്നവരും പലപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഇന്നതൊക്കെ ചെയ്യണം. പക്ഷെ ഒരു ഇത്ര ഇങ്ങനെയെന്ന് പറഞ്ഞൊരു മെനു ഇല്ല. നമ്മുടെ ഇതിനകത്ത് എന്തും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ചീര, ചേന, ചേമ്പ്, കാച്ചിൽ, ഈ പിള്ളേർ പറയുന്ന പോലെ ചൊറിയണത്തിൻ്റെ ഇല,
ഈ ചിലപ്പോൾ നമ്മൾ മെനു ഇത്ര ഇന്നത് പറഞ്ഞു പോയി കഴിയുമ്പോഴായിരിക്കും നാളെ നമ്പേഴ്സ് ഇത്തിരി കൂടുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചീരയും കൊണ്ട് അരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആളുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിനകത്തോട്ട് മുതിര എടുത്തിടുമ്പോൾ അതങ്ങ് വേറെ തോരനായിട്ടോ. ഒരു മിക്സഡ് വെറൈറ്റി. ഏറ്റവും വലിയ സന്തോഷം ചോറ്റുപാത്രത്തിൻ്റെ മെനു ചോദിക്കുന്നവരോട് പറയാതിരിക്കുന്നത് ആദ്യമൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ അവർ പറയുന്ന പോലെ അവർക്കത് തുറന്നു നോക്കുമ്പോൾ ഈ 12:30 വരെ കാത്തിരിക്കാതെ 11:30 ചോറ്റുപാത്രം തിന്നുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മെനു ഡിസ്ക്ലോസ് ചെയ്യാറില്ല. പലരും പറയും ഫിഷ് വേണം എന്നൊക്കെ നിർബന്ധം പഠിക്കുമ്പോൾ അതിലും കുറച്ചൊക്കെ. കാരണം അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ്, എൻ്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് അത്ര കണ്ട് തന്നെ അതിനൊരു പ്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. വീടുകളിൽ നിന്നെടുക്കുന്ന പച്ചക്കറികളാണ് അത് വീട്ടിലെന്താണോ. ഇപ്പോൾ എൻ്റെ മെഴുക്കുവരട്ടിയൊക്കെ ചോദിച്ചാൽ പേരില്ലാത്ത മെഴുക്കുവരട്ടികളൊക്കെയാണ്. അതങ്ങനെയാണ്. അതിനോടൊന്നും ചോദിക്കല്ലേ പ്ലീസ്. തീർച്ചയായും അത് എന്തായാലും ജീവിതം കൊണ്ട് പ്രചോദനം നൽകുന്ന മനുഷ്യന്മാർ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് ശാരദ ചേച്ചിനെയും കൂടെ നിർത്താം എന്ന് തന്നെയാണ്. എല്ലാ അമ്മമാർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഇതോടൊപ്പം തന്നെ നേരുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി, കാരണം അമ്മമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. അമ്മമാരെന്നല്ല, സ്ത്രീകളോടാണെങ്കിലും പറയണത്, നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്തോളൂ, എന്തും ചെയ്തോളൂ, കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും അതുപോലെ വീട്ടുകാരെയൊക്കെ സംരക്ഷിച്ചോളൂ. ഒരു നിമിഷം നിങ്ങളുടെ ആരോഗ്യം കൂടി നോക്കണം. ആരോഗ്യം മറന്നുകൊണ്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ലീവ് ഒരു 24 മണിക്കൂറിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാ അമ്മമാർക്കും, എന്നെ കാണുന്ന ഇനി അമ്മമാരാകാൻ പോകുന്നവർക്കും, ഇനി നമ്മളീ പറയുന്നത് പോലെ അമ്മ എന്ന് പറയുന്നത് ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അമ്മയാകുന്നില്ല. എന്നിരുന്നാൽ പോലും ചേർത്ത് പിടിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെയും സ്നേഹ വന്ദനവും ആശംസകളും.